ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ ഒരുപാട് വീഡിയോസ് 6ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസിക്സ്, ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ്, ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ് തുടങ്ങിയ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒരുപാട് ഈ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പം നമുക്കറിയാം, ആക്ടിവിറ്റി 1 ഈസ് കമ്പൽസറി, ഒരു കോംപ്രിഹെൻഷനാണ്. ആ പാസേജ് വായിച്ചിട്ട് അതിനോടനുബന്ധിച്ചിട്ടുള്ള 5 ചോദ്യങ്ങളുണ്ടാവും. ചോദ്യത്തിൻ്റെ ഉത്തരവും പാസേജിലുണ്ടാവും. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് 5 മാർക്ക് ഈസി ആയിട്ട് ലഭിക്കും. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. റീഡിംഗ് കോംപ്രിഹെൻഷൻ. റീഡ് ദ ഫോളോയിങ് സ്റ്റോറി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. എ മദർ ഡോഗ് ആൻഡ് ഹെർ പപ്സ് ലിവ്ഡ് ഇൻ എ ബ്യൂട്ടിഫുൾ ഫാം. ഒരു മദർ ഡോഗും അതിൻ്റെ കുഞ്ഞുങ്ങളും ഒരു ബ്യൂട്ടിഫുൾ ഫാമിൽ ജീവിച്ചു. ദർ വാസ് എ സ്മോൾ വെൽ ഇൻ ദ ഫാം. ആ ഫാമിലൊരു ചെറിയ കിണറുണ്ട്. ദ മദർ ഡോഗ് ടോൾഡ് ദ പപ്പ് നോട്ട് ടു ഗോ നിയർ ദ വെൽ ഓർ പ്ലേ അറൗണ്ട് ഇറ്റ്. അപ്പോൾ അമ്മ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അതിൻ്റെ അടുത്തൊന്നും പോകരുത്, അവിടെ നിന്നൊന്നും കളിക്കരുത് എന്ന് പറഞ്ഞു. വൺ ഓഫ് ദ പപ്സ് തോട്ട് ഓഫ് ഗോയിങ് നിയർ ദ വെൽ. പക്ഷേ അതിലൊരു കുഞ്ഞ് അത് ഒന്ന് പോയി നോക്കിയാലോ എന്ന് വിചാരിച്ചു. ഹി വെൻറ്റ് നിയർ ദ വെൽ ആൻഡ് ലുക്ക്ഡ് ഇൻസൈഡ്. അപ്പോൾ അവന് കിണറിലേക്ക് നോക്കി. ഹീ സോ ഹിസ് റിഫ്ലക്ഷൻ ആൻഡ് തോട്ട് ദാറ്റ് ഇറ്റ് വാസ് അനദർ ഡോഗ്. അപ്പോൾ അവൻ അവൻ്റെ തന്നെ നിഴലിനെ കണ്ടു, പ്രതിബിംബം കണ്ടു. അപ്പോൾ അവൻ വിചാരിച്ചു അത് വേറൊരു ഡോഗാണ്. ദ പപ്പ് ബാഗ്ഡ് അറ്റ് ദ ഡോഗ്. അപ്പോൾ അവൻ കുരയ്ക്കാൻ തുടങ്ങി. ഈ ഹിയർഡ് ബാക്ക് എ ഹ്യൂജ് വാക്കിംഗ് സൗണ്ട്. അപ്പോൾ അവൻ തിരിച്ചു വലിയൊരു സൗണ്ട് കേട്ടു. ഹി വാസ് അഫ്രൈഡ് ആൻഡ് ക്യാൻ ബാക്ക് ടു ഹിസ് ബ്രദേഴ്സ് ടു സേ അബൌട്ട് ദ ഡോഗ് ഇൻ ദ വെൽ. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ഹി വാസ് അഫ്രൈഡ്. അവൻ പേടിച്ചു പോയിരുന്നു. എന്നിട്ട് അവൻ തിരിച്ച് ഓടി വന്ന് അവൻ്റെ ബ്രദേഴ്സിനോട് പറഞ്ഞു ടു സേ അബൌട്ട് ദ ഡോഗ് ഇൻ ദ വെൽ. ആ വെല്ലിലെ ഡോഗിനെ പറ്റി, കിണറിലെ ഡോഗിനെ പറ്റി പറഞ്ഞു. 3 ഓഫ് ദം കെയിം നിയർ ദ വെൽ ആൻഡ് ലുക്ക്ഡ് ഇൻസൈഡ്. അങ്ങനെ 3 പേരും ഈ കിണറിൻ്റെ അടുത്തെത്തി ലുക്ക്ഡ് ഇൻസൈഡ്, താഴോട്ട് നോക്കി. നൗ ദേ സോ 3 ഡോഗ്സ്. അപ്പോൾ അവരെത്ര എണ്ണത്തെ കണ്ടു? 3 ഡോഗ്സിനെ കണ്ടു. ദേ വേവ്ഡ് അറ്റ് ദ ഡോഗ്സ്. അവരങ്ങോട്ട് കുലയ്ക്കാൻ തുടങ്ങി. ദ ഡോഗ്സ് ഇൻ ദ വെൽ 2 വേവ്ഡ് ബാക്ക്. അപ്പോൾ കിണറിലുള്ള ഡോഗ്സും ഇങ്ങോട്ടും തിരിച്ചു കുരച്ചു. ദേ വർ ഹാപ്പി ടു സീ them waving back. Now the puppies barked at the reflection. The sound echoed from the well was frightening. Frightened, the puppies ran back to their ഫാം. അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓരിടാൻ തുടങ്ങി, കുറയ്ക്കാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് പിന്നെ പേടിയായി, അതിൻ്റെ ഒച്ച കേട്ടപ്പോൾ പേടിയായി. എന്നിട്ട് അവരെ ഫാമിലേക്ക് തിരിച്ച് ഓടിപ്പോയി. ദേ സെഡ് ദ ഹോൾ സ്റ്റോറി ടു ദെയർ മദർ. മദറിനോട് എല്ലാ സ്റ്റോറിയും പറഞ്ഞു. ദ മദർ അണ്ടർസ്റ്റുഡ് ദ മാറ്റർ ആൻഡ് ലാഫ്ഡ് അറ്റ് ദ. അപ്പോൾ അമ്മയ്ക്ക് ഇതെല്ലാം മനസ്സിലായി. അമ്മ ചിരിച്ചു. ദ പപ്പീസ് ടു ലാഫ്ഡ് വിത്തൗട്ട് നോയിങ് വാട്ട് ഹാഡ് ഹാപ്പൻഡ്. അപ്പോൾ ഈ പപ്പീസും ചിരിച്ചു. എന്താ അവർക്ക് സംഭവിച്ചതെന്നൊന്നും അറിയില്ല, അവരും ചിരിച്ചു. ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഡിഡ് ദ മദർ ഡോഗ് ടെൽ ഹെർ പപ്സ്. എന്താണ് മദർ ഡോഗ് പറഞ്ഞത്? നോട്ട് ടു ഗോ നിയർ ദ വെൽ, നോട്ട് ടു ബി ഫ്രൈറ്റൻ, നോട്ട് ടു പ്ലേ ഇൻ ദ ഫാം, നോട്ട് ടു ജമ്പ് ഇൻ ടു ദ വാൾ. അപ്പോൾ ശരിക്കുള്ള ആൻസർ എന്താണ്? നോട്ട് ടു ഗോ നിയർ ദ വാൾ. ഇവിടെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ്? നോട്ട് ടു ഗോ നിയർ ദ വെൽ. ഓക്കെ. ഇനി അടുത്തത്, വാട്ട് ഡിഡ് ദ പപ്പ് സീ ഇൻ ദ വെൽ. എന്താണ് പപ്പ് വെല്ലിൽ കണ്ടത്? നായക്കുട്ടി എന്താ കണ്ടത്? എ ഫാമർ, ഡോഗ്, മങ്കി, ഫ്ലവർ. എന്താണ് കണ്ടത്? സെക്കൻഡ് വൺ, എ ഡോഗിനെയാണ് കണ്ടത്. വൈ വേർ ദ പപ്പീസ് ഫ്രൈറ്റൻഡ്. എന്തുകൊണ്ടാണ് അവർ പേടിച്ചത്? ഓൺ സീയിങ് വാട്ടർ ഇൻ ദ വെൽ, ഓൺ സീയിങ് അനദർ ഡോഗ് ഇൻ ദ വെൽ, ഓൺ തിങ്കിങ് ദാറ്റ് ദെയർ മദർ വുഡ് സ്കോൾ, ഓൺ ഹിയറിങ് ദ സൗണ്ട് ഫ്രം ദ വെൽ. upon hearing the sound from the well. ഇനി 4ാമത്തെ ചോദ്യം, why did the puppies run back to the back farm. ഫാമിലേക്ക് തിരിച്ചു ഓടിപ്പോയത് എന്താണ്? ബിക്കോസ് ദേ വാണ്ടഡ് ടു സീ ദെയർ മദർ. അമ്മയെ കാണാനാണോ? ബിക്കോസ് ദേ വർ ആംഗ്രി ടു സീ ദ ഡോഗ്സ് ഇൻ ദ വെൽ. ബിക്കോസ് ദേ വർ ഫ്രൈറ്റൻഡ് ബൈ ദ അറൗണ്ട്. ബിക്കോസ് ഇറ്റ് വാസ് ടൈം ടു പ്ലേ. അപ്പോൾ ഇതിൽ ശരിയായ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ. ഇനി ഇതിനൊരു ടൈറ്റിൽ കൊടുക്കാനാണ് 5ാമത്തെ ചോദ്യം. എന്താണ്? ഒരു സ്യൂട്ടബിൾ ടൈറ്റിൽ. നമുക്ക് എന്ത് കൊടുക്കാം? ദ പപ്പീസ് ആൻഡ് ദ വെൽ എന്ന് കൊടുക്കാം. ഓക്കെ. ഇനി അടുത്തൊരു കോൺവെർസേഷനാണ്.
The boy in the story life with the grandfather was missing. Without losing hope, grandfather turned in the direction of family temple and started praying. At that moment, boy's uncle came, prepared the likely conversation between the uncle and grandfather. അപ്പോൾ ബോയ് ഇൻ ദ സ്റ്റോറി ലൈഫ് വിത്ത് ദ ഗ്രാൻഡ് ഫാദർ അതിലറിയാം രാജ മിസ്സിങ് ആണ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ആ സമയത്ത് ആര് വരികയാണ്? ബോയ്സ് അങ്കിള് വരികയാണ്. ആ കുട്ടി രാജേൻ്റെ അങ്കിള് വരികയാണ്. അവർ തമ്മിലുള്ള കോൺവെർസേഷനാണ്. അപ്പോൾ അങ്കിൾ ചോദിക്കാൻ ഗ്രാൻഡ് ഫാദർ വാട്ട്സ് റോങ് യു ലുക്ക് വറീഡ്. എന്താ ഗ്രാൻഡ് ഫാദർ എന്ത് പറ്റി? വളരെയധികം വിഷമിച്ച് കാണുന്നുണ്ടല്ലോ, എന്താ പറ്റിയത്? ഗ്രാൻഡ് ഫാദർ ഐ വാസ് പ്രേയിങ് ഫോർ ദ ബോയ്സ് സേഫ്റ്റി, ഹി ഹാസ് ബീൻ മിസ്സിങ് ഫോർ ഹവേഴ്സ്. ഞാൻ കുട്ടിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹി ഹാസ് ബീൻ മിസ്സിങ് ഫോർ ഹവേഴ്സ്, മണിക്കൂറുകളായിട്ട് മിസ്സിങ് ആണ്. അങ്കിൾ ഡോണ്ട് വെറി ഗ്രാൻഡ് ഫാദർ, ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, വി വിൽ ഫൈൻഡ് ഹിം, ഞങ്ങൾ കണ്ടുപിടിക്കും. ഹാവ് യു ലുക്ക്ഡ് എവരിവർ, എല്ലാ സ്ഥലത്തും നോക്കിയോ? ഗ്രാൻഡ് ഫാദർ യെസ് ഐ ഹാവ് ലുക്ക്ഡ് ഹോൾ അറൗണ്ട് ബട്ട് ദർ ഈസ് നോ സൈൻ ഓഫ് ഹിം. ഞങ്ങൾ ചുറ്റുപാട് നോക്കി, പക്ഷേ ഒരു സൈനും ഉണ്ടായിരുന്നില്ല. അങ്കിൾ ലെറ്റ്സ് കീപ്പ് സെർച്ചിങ്, വി വോണ്ട് ഗിവ് അപ്പ് ഹോപ്പ്. നമുക്ക് തെരച്ചിൽ തുടരാം, നമുക്ക് വി വോണ്ട് ഗിവ് അപ്പ് ഹോപ്പ്, നമുക്ക് നിരാശരാവേണ്ട, നമുക്ക് നോക്കാം. ഗ്രാൻഡ് ഫാദർ യു ആർ റൈറ്റ്, നീ പറഞ്ഞ ശരിയാണ്. ഐ വോണ്ട് ഗിവ് അപ്പ്, ഞാൻ എന്തായാലും നിരാശനാവില്ല. ഐ വിൽ കീപ്പ് പ്രേയിങ്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആൻഡ് സെർച്ചിങ് അണ്ടിൽ വി ഫൈൻഡ് ദം, അവന് കിട്ടുന്നത് വരെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അങ്കിൾ ദാറ്റ്സ് ദ സ്പിരിറ്റ്. ഗ്രാൻഡ് ഫാദർ വി വിൽ ഫൈൻഡ് ഹിം സൂൺ, നമ്മൾ എന്തായാലും അവനെ കണ്ടുപിടിക്കും. ഗ്രാൻഡ് ഫാദർ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് സൺ, ഇറ്റ് മീൻസ് എ ലോട്ട് ടു മീ. എന്തായാലും നിൻ്റെ സപ്പോർട്ടിന് നന്ദി മകനെ, ഇത് വളരെയധികം എനിക്ക് സഹായകരമാണ്. അപ്പോൾ അതോടെ വായിക്കാം. ഗ്രാൻഡ് ഫാദർ വാട്ട്സ് റോങ് യു ലുക്ക് വറീഡ്. I was praying for the boy's safety. He has been missing for hours. Don't worry, grandfather. We will find him. Have you looked everywhere? Yes, I have looked all around, but there is no sign of him. Let's keep searching. We won't give up hope. You are right. I won't give up. I will keep praying and searching until we find him. That's the spirit, grandfather. We will find him soon. Grandfather, thank you for your support, son. It means a lot to me. ഇനി അടുത്ത് നമുക്ക് നോക്കാം. രാജ ഈസ് മിസ്സിങ്. രാജ മിസ്സിങ് ആണ്. ദ ന്യൂസ് സ്പ്രെഡ്. അങ്ങനെ കാട്ടുതീ പോലെ ഈ വാർത്ത പരന്നു. എ ന്യൂസ് റിപ്പോർട്ടർ റീച്ച് ദ സ്പോട്ട്. ഒരു ന്യൂസ് റിപ്പോർട്ടർ ആ സ്പോട്ടിലേക്ക് വരികയാണ്. ഹി അപ്രോച്ച് എ നെയ്ബർ ആൻഡ് എൻക്വയർസ് അബൌട്ട് രാജ. അപ്പോൾ അവർ ഒരു അയൽവാസിയെ കണ്ടു, എന്നിട്ട് രാജയെക്കുറിച്ച് ചോദിക്കുകയാണ്. ഇമാജിൻ ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ന്യൂസ് റിപ്പോർട്ടർ ആൻഡ് ദ നെയ്ബർ. അപ്പോൾ വേറൊരു കോൺവെർസേഷനാണ്, ന്യൂസ് റിപ്പോർട്ടറും നെയ്ബറും തമ്മിലുള്ള സംഭാഷണമാണ്. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ന്യൂസ് റിപ്പോർട്ടർ ക്യാൻ യു ഡിസ്ക്രൈബ് വാട്ട് രാജ വെയറിങ് വെൻ യു ലാസ്റ്റ് സോ ഹിം. നിങ്ങൾക്ക് രാജ എന്ത് ഡ്രസ്സാണ് ഇട്ടതെന്ന് നിങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റുമോ? യെസ് ഹി വാസ് വിയറിങ് എ വൈറ്റ് ഷർട്ട് ആൻഡ് ബ്ലൂ ഷർട്ട്. അവനൊരു വൈറ്റ് ഷർട്ടും ബ്ലൂ ഷർട്ടും ആണ് ഇട്ടിരുന്നത്. ന്യൂസ് ഡു യു നോ ഇഫ് വി ഹാഡ് എനി ആർഗ്യുമെൻറ്റ്സ് ഓർ ഫൈറ്റ്സ് വിത്ത് എനി വൺ റീസെൻ്റ്ലി. ഡു യു നോ ഇഫ് ഹി ഹാഡ് എനി ആർഗ്യുമെൻറ്റ്, അവനിക്ക് എന്തോ വഴക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സോ ആരെങ്കിലും ആയിട്ടുണ്ടോയെന്ന് അറിയോ? നൈബർ നോ നോട്ട് ദാറ്റ് ഐ നോ ഓഫ്. ഒന്നുമില്ല. രാജ ഈസ് ക്വയറ്റ് ആൻഡ് ഫ്രണ്ട്ലി ബോയ്. അവനൊരു ശാന്തനായ നല്ല സൗഹൃദമുള്ള ഒരു കുട്ടിയാണ്. ന്യൂസ് റിപ്പോർട്ടർ ഹാവ് യു സീൻ എനി വൺ സസ്പീഷ്യസ് അറൗണ്ട് ഹിയർ. നിങ്ങളിവിടെ ആരെങ്കിലും സംശയാസ്പദകരായി കണ്ടിട്ടുണ്ടോ? നെയ്ബർ നോ നത്തിങ് അന്വേഷിച്ചു, അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ബട്ട് വി ഡിഡ് ഹിയർ സം സ്ട്രേഞ്ച് നോയ്സസ് കമ്മിങ് ഫ്രം ദ നിയർ ബൈ വുഡ്സ് അറൗണ്ട് ദ ടൈം ഹി വെൻറ്റ് മിസ്സിങ്. പക്ഷെ അവിടുന്നൊക്കെ എന്തൊക്കെ ഒരു ഒച്ചയൊക്കെ അസാധാരണമായ സൗണ്ടൊക്കെ ഞങ്ങൾ കേട്ടിരുന്നു. ന്യൂസ് റിപ്പോർട്ടർ സ്ട്രേഞ്ച് നോയ്സസ് ക്യാൻ യു ഡിസ്ക്രൈബ് ദം. ആ സ്ട്രേഞ്ച് നോയ്സസ് അസാധാരണ ശബ്ദമോ താങ്കൾക്കൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ? Neighbor, it sounded like someone was calling out, but we wouldn't make out what they were saying. എന്തൊക്കെയോ ആരൊക്കെയോ പറയുന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്, പക്ഷേ എന്താണെന്ന് കറക്റ്റ് മനസ്സിലാവുന്നില്ല. ന്യൂസ് റിപ്പോർട്ടർ ഐ സി ആൻഡ് ഹാവ് ദ പോലീസ് ബീൻ ഇൻഫോംഡ്. നിങ്ങൾ പോലീസിനെ അറിയിച്ചോ? നെയ്ബർ യെസ് ദേ ആർ ഓൾറെഡി സെർച്ചിങ് ഫോർ ഹിം. വി ആൾ വറീഡ് സിക്ക് അബൌട്ട് രാജ. ഞങ്ങളെല്ലാവരും വറീഡാണ്, ഞങ്ങൾ അന്വേഷിക്കുകയാണ്. ന്യൂസ് റിപ്പോർട്ടർ ഐ അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു ഫോർ ഷെയറിംഗ് ദിസ് ഇൻഫോർമേഷൻ with me. I will make sure to report it accurately. എന്തായാലും എനിക്ക് നിങ്ങളുടെ ദുഃഖം മനസ്സിലാവും. നിങ്ങൾ ഈ വിവരങ്ങളൊക്കെ എന്നെയുമായി ഷെയർ ചെയ്തതിന് വളരെയധികം നന്ദി. താങ്ക് യു ഫോർ ഷെയറിംഗ് ദിസ് ഇൻഫോർമേഷൻ വിത്ത് മീ. ഐ വിൽ മേക്ക് ഷുവർ ടു റിപ്പോർട്ട് ഇറ്റ് ആക്യുറേറ്റ്ലി. ഇത് കൃത്യതയോടെ റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. താങ്ക് യു. പ്ലീസ് ഹെൽപ്പ് ഫൈൻഡ് രാജ. എന്തായാലും നന്ദി. ഓക്കെ,
Can you describe what Raja was wearing when you last saw him? Yes, he was wearing a white shirt and blue shirt. Do you know if he had any arguments or fights with anyone recently? No, not that I know of. Raja is quiet and friendly boy. Have you seen anyone suspicious around here? No, nothing unusual, but we did hear some strange noises coming from the nearby woods around the time he went missing. Strange voices? Can you describe them? It sounded like someone was calling out, but we couldn't make out what they were saying. News reporter, I see. And have the police been informed? Yes, they are already searching for him. We are all worried about Raja. News reporter, I understand. Thank you for sharing this information with me. I will make sure to report it accurately. Thank you. Please help to find Raja. ഇനി അടുത്തത് ഫ്രെയിം ക്വസ്റ്റ്യൻ ആണ്. അപ്പു ആൻഡ് ഗ്രാൻഡ് ഫാദർ ആർ ഇൻ ദ ഗാർഡൻ. അപ്പു ഷുക്ക് ദ സാൻഡൽവുഡ് ട്രീ വിത്ത് ഓൾ ഹിസ് സ്ട്രെങ്ത്. പ്രിപ്പയർ 5 ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദ പിക്ചർ. ഈ പിക്ചറിന് നോക്കിയിട്ട് ഒരു 5 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാനാണ്. ഹൂ ഹീസ് ഷേക്കിംഗ് ദ സാൻഡൽവുഡ് ട്രീ. ആരാണ് ഇത് ഷേക്ക് ചെയ്യുന്നത്? വാട്ട് ഈസ് ദ ഗ്രാൻഡ് ഫാദേഴ്സ് റിയാക്ഷൻ. എന്താണ് ഗ്രാൻഡ് ഫാദർ റിയാക്ഷൻ? ഡിഡ് ദേ ഗെറ്റ് എ ഗുഡ് ഷവർ. അവർക്ക് നല്ലൊരു ഷവർ കിട്ടിയോ? ഈസ് ഗ്രാൻഡ് ഫാദർ ഹാങ്ക്രി. ഡിഡ് ദേ ഗെറ്റ് വെറ്റ്. അവർ നന്നോ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിന് ദേഷ്യപ്പെട്ടോ? ഓക്കെ, ഇനി അടുത്തത് യു ഹാവ് ഓൾറെഡി ലേൺഡ് അബൌട്ട് മലാല യൂസഫ്സായ്. സപ്പോസ് യുവർ സ്കൂൾ പ്ലാൻസ് ടു കൺഗ്രാജുലേറ്റ് മലാല who raised her voice for the education for girls. Now imagine that Malala is your guest. You can ask some questions to her. Frame 5 suitable questions for that. അപ്പോൾ നമ്മൾ മലാല യൂസഫ്സായുടെ പാഠം പഠിച്ചതാണ്. അപ്പോൾ മലാലയെ ഇൻ്റർവ്യൂ ചെയ്യാൻ നിങ്ങൾക്കൊരു അവസരം കിട്ടി. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഇൻ്റർവ്യൂ ചെയ്യാൻ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ചോദിക്കുക? 5 ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനാണ്. മലാല, വൈ ഈസ് ഗേൾസ് എഡ്യൂക്കേഷൻ സോ ഇമ്പോർട്ടൻറ്റ് ടു യു? എന്തുകൊണ്ടാണ് ഗേൾസിൻ്റെ എഡ്യൂക്കേഷൻ ഇത്ര ഇമ്പോർട്ടൻറ്റ്? ഹൗ ഡിഡ് യു ഫീൽ വെൻ യു വർ അറ്റാക്ക്ഡ് ബൈ ദ താലിബാൻ അറ്റാക്ക് ചെയ്തപ്പോൾ എന്തായിരുന്നു ഫീൽ ചെയ്തത്? വാട്ട് ഡു യു തിങ്ക് വിൽ ഹാപ്പൻ വെൻ ഓൾ ഗേൾസ് ക്യാൻ ഗോ ടു സ്കൂൾ? How do you keep going even when things get tough? What message do you have for girls who can't go to school? What can we do to help make sure all girls get an education? അപ്പോൾ എല്ലാ കുട്ടികൾക്കും എഡ്യൂക്കേഷൻ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? വാട്ട് ക്യാൻ വി ഡു ടു ഹെൽപ്പ് മേക്ക് ഷുവർ ഓൾ ഗേൾസ് ഗെറ്റ് ആൻ എഡ്യൂക്കേഷൻ? എന്ത് ഹെൽപ്പാണ് നമ്മൾ ചെയ്യേണ്ടത്? വാട്ട് മെസ്സേജ് ഡു യു ഹാവ് ഫോർ ഗേൾസ് ഹു കാൺ ഗോ ടു സ്കൂളിൽ പോകാൻ കഴിയാത്ത പെൺകുട്ടികളോട് നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? ഹൗ ഡു യു കീപ് ഗോയിങ് ഈവൻ വെൻ തിങ്സ് ഗെറ്റ് ടഫ്? കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ട് ഉള്ളപ്പോഴും നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്? വാട്ട് ഡു യു തിങ്ക് വിൽ ഹാപ്പൻ വെൻ ഓൾ ഗേൾസ് ക്യാൻ ഗോ ടു സ്കൂൾ? Cinderella's evil time started when the stepmother and stepsisters came to her house. സിൻഡ്രഗൻ്റെ ചീത്തകാലം എപ്പോഴാണ് തുടങ്ങിയത്? സ്റ്റെപ്പ് മദറും സ്റ്റെപ്പ് സിസ്റ്റേഴ്സും വീട്ടിലേക്ക് വന്നപ്പോൾ മുതലാണ് അവളുടെ ചീത്തകാലം തുടങ്ങിയത്. ഷീ വാസ് മെയ്ഡ് ടു ഡു ഓൾ ദ ഹെവി വർക്ക്സ് ഫ്രം മോർണിംഗ് ടു നൈറ്റ്. അവൾക്ക് രാവിലെ മുതൽ രാത്രി വരെ കഠിനമായ പണികൾ ചെയ്യേണ്ടി വന്നു. ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്, ഡ്രോ വാട്ടർ, മേക്ക് ദ ഫിക്സ്, കുക്ക് ആൻഡ് വാഷ്. ഇൻ ദ ഈവനിങ് ഷീ വാസ് ക്വയറ്റ് ടയേർഡ് ആഫ്റ്റർ ദ ഡേയ്സ് ഹാർഡ് വർക്ക്. ഷീ couldn't sleep. Many തോട്ട്സ് കെയിം ടു ഹെർ മൈൻഡ്. റൈറ്റ് ദ തോട്ട്സ് ഓഫ് സിൻഡ്രല്ല. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നു. രാവിലെ മുതൽ രാത്രി വരെ പണിയാണ്. അപ്പോൾ അവൾക്ക് ഈ പണിയെടുത്ത് ക്ഷീണിച്ചിട്ട് അവൾക്ക് കിടന്നുറങ്ങാനേ കഴിഞ്ഞില്ല. അപ്പോൾ അവളുടെ മനസ്സിലേക്ക് ഒരുപാട് തോട്ട്സ് വന്നു. കെയിം ടു ഹെർ മൈൻഡ്. റൈറ്റ് ദ തോട്ട്സ് ഓഫ് സിൻഡ്രല്ല. വൈ ഡു ഐ ഹാവ് ടു സഫർ ലൈക്ക് ദിസ്? എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ കഷ്ടപ്പാടൊക്കെ വന്നത്? ഐ ആം നോട്ട് എ സെർവൻറ്റ്. ഞാനൊരു പണിക്കാരിയല്ല. ഐ ആം ദിയർ ഫാമിലി. ഞാൻ അവരുടെ കുടുംബമാണ്. വൈ ഡു ദേ ട്രീറ്റ് മീ സോ ക്രൂവലി? അവരെന്താണ് എന്നോട് ഇത്ര ക്രൂരതയോടെ പെരുമാറുന്നത്? ഐ വിഷ് മൈ ഫാദർ വാസ് ഹിയർ. ഹീ കുഡ് നെവർ ലെറ്റ് ദിസ് ഹാപ്പൻ. എൻ്റെ അച്ഛനിവിടെ ഉണ്ടായിരുന്ന ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഐ ആം സോ ടയേർഡ് ബട്ട് ഐ നോ ഐ വിൽ ഹാവ് ടു ഗെറ്റ് അപ്പ് ഏർലി അഗെയിൻ ടുമാറോ ആൻഡ് ഡു ഇറ്റ് ഓൾ ഓവർ അഗെയിൻ. ഞാൻ വളരെ ക്ഷീണിതയാണ്, പക്ഷേ എനിക്കറിയാം നാളെ രാവിലെ എഴുന്നേറ്റ് എനിക്കിതൊക്കെ വീണ്ടും ചെയ്യണം. വിൽ ദിസ് നെവർ എൻഡ്? ഇതിനൊരു അവസാനം ഉണ്ടാവുമോ? ബട്ട് ഫോർ നൗ ഐ ആം സ്റ്റക്ക് ഹിയർ വിത്ത് നോ ഹോപ്പ് ഇൻ സൈറ്റ്. എൻ്റെ മുന്നിൽ ഒരു പ്രതീക്ഷയും കാണുന്നില്ല. ഞാൻ ഇവിടെ തന്നെ കുടുങ്ങിപ്പോയി എന്നാണ് തോന്നുന്നത്. മേ ബി സം ഡേ തിങ്സ് വിൽ ഗെറ്റ് ബെറ്റർ. ഏതെങ്കിലും കാലം ഇതൊക്കെ നന്നാവുമായിരിക്കും. മേ ബി സം ഡേ മൈ ഫെയറി ടെയിൽ വിൽ കം ട്രൂ. എൻ്റെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാവുമായിരിക്കും.
എന്ന് ചിന്തിക്കുകയാണ്. ഒന്നുകൂടി വായിച്ചു നോക്കാം. വൈ ഡു ഐ ഹാവ് ടു സഫർ ലൈക്ക് ദിസ്? ഐ ആം നോട്ട് എ സെർവൻറ്റ്, ഐ ആം ദെയർ ഫാമിലി. വൈ ഡു ദേ ട്രീറ്റ് മീ സോ ക്രൂവലി? ഐ വിഷ് മൈ ഫാദർ വാസ് ഹിയർ. He would never let this happen. I am so tired. But I know I will have to get up early again tomorrow and do it all over again. Will this never end? But for now I am stuck here with no hope in sight. Maybe someday things will get better. Maybe someday my fairy tale will come true. ഇനി അടുത്തത് ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാനാണ്. ദ പ്രിൻസ് മാരീഡ് സിൻഡ്രല്ല ഇൻ ദ പ്രസൻസ് ഓഫ് ഓൾ ദ കോർട്ടിയേഴ്സ്, സിൻഡ്രല്ല സ്റ്റെപ്പ് മദർ ആൻഡ് സിസ്റ്റേഴ്സ്. അങ്ങനെ അവസാനം രാജകുമാരൻ സിൻഡ്രല്ലയെ വിവാഹം കഴിക്കുകയാണ്. ഓൾ ദ കൺട്രിമെൻ ഗാദേർഡ് ഇൻ ദ പാലസ് ടു ഗ്രീറ്റ് ദം. എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു, അവരെ ആശംസിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു. സിൻഡ്രല്ല സ്റ്റെപ്പ് മദറും സിസ്റ്റേഴ്സും എല്ലാ കോർട്ടിയേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. ദ നെക്സ്റ്റ് ഡേ ഓൾ ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ടഡ് ദ വെഡ്ഡിങ്. അപ്പോൾ അടുത്ത ദിവസം ഈ രാജകുമാരിയുടെ കല്യാണം എല്ലാ ന്യൂസ് പേപ്പറും റിപ്പോർട്ട് ചെയ്തു. വാട്ട് വുഡ് ബി ദ ലൈക്ലി ന്യൂസ് റിപ്പോർട്ട്? എന്തായിരിക്കും ന്യൂസിൽ വന്ന റിപ്പോർട്ട്, പത്രത്തിൽ വന്ന വാർത്ത എന്തായിരിക്കും? അപ്പോൾ ആദ്യം നമ്മളൊരു ഹെഡിങ് കൊടുക്കണം. പ്രിൻസ് ചാർമിങ് മാരീസ് സിൻഡ്രല്ല. Yesterday, Prince Charming married Cinderella at the palace. The bride was beautiful in her wedding dress. The prince was handsome in his uniform. Many people came to see the wedding. Cinderella's stepmother and stepsisters were too. The prince and Cinderella were very happy. They will visit the whole kingdom soon. ഇനി അടുത്തത് നമുക്ക് ഒരു ലെറ്റർ എഴുതാം. Cinderella, after her marriage with the prince, reached the palace with her 12 stepsisters and mothers. Her life in the palace was very happy. She wrote a letter to one of her friends about her new life. Write the likely letter of Cinderella. അപ്പോൾ സിൻഡ്രല്ല കല്യാണത്തിന് ശേഷം എവിടെ എത്തി? പാലസിലെത്തി. അതേപോലെ അവളുടെ സ്റ്റെപ്സിസ്റ്റേഴ്സിനെയും സ്റ്റെപ്പ് മദറിനെയൊക്കെ കൂട്ടിയിട്ടാണ് അവൾ പാലസിലെത്തിയത്. ഹെർ ലൈഫ് ഇൻ ദ പാലസ് വാസ് വെരി ഹാപ്പി. അവളുടെ പാലസിലെ ലൈഫൊക്കെ വളരെ സന്തോഷമുള്ളതായിരുന്നു. ഷീ റോട്ട് എ ലെറ്റർ ടു വൺ ഓഫ് ഹെർ ഫ്രണ്ട്സ്. അപ്പോൾ അവളുടെ ഫ്രണ്ട്സിന് അവൾ ലെറ്റർ എഴുതുകയാണ് അവളുടെ പുതിയ ഒരു ജീവിതത്തെക്കുറിച്ച്. അബൌട്ട് ഹെർ ന്യൂ ലൈഫ്. റൈറ്റ് ദ ലൈക്ലി ലെറ്റർ ഓഫ് സിൻഡ്രല്ല. സിൻഡ്രല്ലയുടെ ഒരു ലെറ്റർ എഴുതാനാണ്. അപ്പോൾ നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ പ്ലേസും ഡേറ്റും വെക്കണം. അപ്പം പ്ലേസ് ഓഫ് ഡ്രീംസ്, കിങ് ഓഫ് ഹാപ്പിനെസ്, ഫെബ്രുവരി. അപ്പോൾ പ്ലേസും ഡേറ്റും എഴുതാം. എന്നിട്ട് ഡിയർ ഫ്രണ്ടിൻ്റെ പേര് എഴുതുക. ഐ ആം റൈറ്റിംഗ് ടു യു ഫ്രം ദ പാലസ് വെർ ഐ ആം ലിവിങ് മൈ ഡ്രീം. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ ജീവിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ പാലസ് എന്നാണ് ഈ ലെറ്റർ എഴുതുന്നത്. ഐ ആം റൈറ്റിംഗ് ടു യു ഫ്രം ദ പാലസ് വെർ ഐ ആം ലിവിങ് മൈ ഡ്രീം. ഐ മാരീഡ് പ്രിൻസ് എ മന്ത് എഗോ ആൻഡ് ഇറ്റ് ഹാസ് ബീൻ എ വേൾഡ് വിൻഡ് ഓഫ് ഹാപ്പിനെസ്. അപ്പം ഞാൻ രാജകുമാരനെ ഒരു മാസം മുന്നേ കല്യാണം കഴിച്ചു. ഇന്ന് വളരെയധികം സന്തോഷത്തിലാണ്. മൈ സ്റ്റെപ്പ് മദർ ആൻഡ് സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ആർ ഹിയർ ടു. അവരും ഇവിടെ കൂടെയുണ്ട്. ആൻഡ് ദേ ഹാവ് ചേഞ്ച്ഡ് ദെയർ വേസ്. അവരുടെ സ്വഭാവമെല്ലാം മാറി. ദേ ആർ കൈൻഡ് ആൻഡ് ഫ്രണ്ട്ലി നൗ. അവരിപ്പോൾ ദയുള്ളവരാണ്, ഫ്രണ്ട്ലി ആണ്. ആൻഡ് വി ഗെറ്റ് എലോങ് ഗ്രേറ്റ്. നമ്മളെല്ലാവരും ഒന്നിച്ചിപ്പോൾ കഴിയുകയാണ്. ദ പ്രിൻസ് ഈസ് അമേസിങ്. പ്രിൻസിൻ്റെ സ്വഭാവം വെച്ചാൽ പറയുകയേ വേണ്ട. കൈൻഡ്, ജെൻറ്റിൽ ആൻഡ് ലവിങ്. He makes me feel like a queen every day. We attend balls, meet new people and explore the kingdom together. നിങ്ങൾ മീറ്റിങ്ങിനൊക്കെ പോകാറുണ്ട്, പുതിയ ആൾക്കാരെ കാണാറുണ്ട്, ഈ രാജ്യം മുഴുവൻ ചുറ്റാൻ പോകാറുണ്ട്. ആൻഡ് ഐ ഹാവ് സ്റ്റാർട്ടഡ് ഹെൽപ്പിംഗ് ദ പ്രിൻസ് വിത്ത് ഹിസ് ചാരിറ്റി വർക്ക്, ബിൽഡിംഗ് സ്കൂൾസ് ആൻഡ് ഹോസ്പിറ്റൽ. ഞാൻ പ്രിൻസിനെ സഹായിക്കാറുണ്ട്. ഐ മിസ് യു സോ മച്ച്. ഞാൻ നിന്നെ നല്ലവണ്ണം മിസ് ചെയ്യുന്നു. ബട്ട് ഐ ഹോപ്പ് യു ക്യാൻ വിസിറ്റ് സൂൺ. നിനക്ക് എന്നെ സന്ദർശിക്കാൻ ഇവിടെ വരാം. ഐ വാണ്ട് ടു ഷോ യു അറൗണ്ട് ദ പാലസ് ആൻഡ് ഇൻട്രൊഡ്യൂസ് യു ടു ദ പ്രിൻസ്. നിന്നോട്ട് വന്നാൽ പ്രിൻസിനെ പരിചയപ്പെടുത്തി തരാം, നിന്നെ ഈ പാലസൊക്കെ കാണിച്ചു തരാം. ലവ് സിൻഡ്രല്ല വിത്ത് ലവ്. അപ്പം നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ പ്ലേസ്, ഡേറ്റ്, അതേപോലെ സല്യൂട്ടേഷൻ, പിന്നെ ബോഡി ഓഫ് ദ ലെറ്റർ, പിന്നെ നമ്മളൊരു കൺക്ലൂഷൻ. ഇത്രയും നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ അടുത്തത് എഡിറ്റിംഗ് ആണ്. ഇറ്റ് വാസ് 8 or 9 അറ്റ് ദ മോർണിംഗ്. അറ്റ് ദ മോർണിംഗ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ഇൻ ദ മോർണിംഗ് എന്നാണ് നമ്മൾ പറയുക. അറ്റ് ദ മോർണിംഗ് എന്നല്ല, ഇൻ ദ മോർണിംഗ്. ഹരിഹേഴ്സ് എന്നുള്ള എച്ച് ക്യാപിറ്റൽ ലെറ്റർ വേണം. ഹരിഹേഴ്സ് സൺ വാസ് പ്ലേയിങ് ഇൻ ദ ഓപ്പൺ വരാന്ത ഓഫ് ദ ഹൗസ് വെൻ ദുർഗ കോൾഡ്, പാസ്റ്റ് ടെൻസ് ആണ് എഴുതേണ്ടത്. കോൾഡ് ഔട്ട്
suddenly from behind the jackfruit tree in their courtyard. ൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്. CORTYARD courtyard. ആൻഡ് ഷീ ഹാഡ് മെയ്ഡ് ജസ്റ്റ്, ഇവിടെ തിരിച്ചിട്ടാണ് വേണ്ടത്, ജസ്റ്റ് മെയ്ഡ്. ഓക്കെ, ജസ്റ്റ് ഷീ ഹാഡ് ജസ്റ്റ് മെയ്ഡ് ആൻ അപ്പിയറൻസ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഇറ്റ് വാസ് 8 or 9 in the morning. Harihar's son was playing in the open veranda of their house when Durga called out suddenly from the behind the jackfruit tree in their courtyard. Spelling തെറ്റാണ്. She had just made an appearance.